പ്രേക്ഷകർക്കും സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശംസകളോടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ഒരു മലയാളി പട്ടാളത്തിൽ ചേർന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വെടിവെക്കുമ്പോഴൊക്കെ മലയാളിക്ക് ഉന്നം തെറ്റും. അപ്പോൾ അയാൾ പറയും ജസ്റ്റ് മിസ്സായി എന്ന്. പട്ടാളത്തിന് സഹിയിട്ടു. അയാളെ കാൻറ്റീനിൽ കുക്കാക്കി. അവിടെ അയാൾ ബഹളം വെച്ചു. അയാൾ പറഞ്ഞു എനിക്ക് വെടിവെക്കണം, ഞാൻ കൃത്യം ഉന്നത്തിൽ തന്നെ വെടിവെക്കാം എന്ന്. വീണ്ടും പട്ടാളത്തിൽ ചേർന്നു. അയാൾ വെടിവെച്ചു, ഉന്നം തെറ്റി. അപ്പോഴും അയാൾ പറഞ്ഞു ജസ്റ്റ് മിസ്സായി എന്ന്. വീണ്ടും കാൻറ്റീനിലേക്ക് തിരിച്ചയച്ചു, കുക്കാക്കി. അയാൾ ബഹളം വെച്ച് മേജറോട് പറഞ്ഞു എന്നെ ഒരിക്കൽ കൂടി അങ്ങൊന്ന് പട്ടാളത്തിൽ എടുക്കണം, എടുത്താൽ ഞാൻ വെടിവെക്കും. അയാൾ മേജർ കയ്യിലിരുന്ന റിവോൾവർ എടുത്ത് ഇയാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീ നിന്റെ സ്വന്തം തലയ്ക്ക് നേരെ വെടിവെക്ക്, ഉന്നം തെറ്റരുതെന്ന് പറഞ്ഞു. അയാൾ വെടിവെച്ചു, ഉന്നം തെറ്റി. അപ്പോഴും പറഞ്ഞു ജസ്റ്റ് മിസ്സായി എന്ന്. നമ്മൾ നമ്മുടെ കഴിവിനെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു വേദിയാണ് സ്മാർട്ട് ഷോ. ഇത് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇന്ന് ഞാൻ ചെറിയൊരു സർപ്രൈസ് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാണുമ്പോൾ വഴിയെ മനസ്സിലാകും. അതിന് ഞാൻ സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. വിജയലക്ഷ്മിയോടൊപ്പം വിജയലക്ഷ്മിയുടെ ബന്ധു നിതീഷിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഷോയിലെ രണ്ടാമത്തെ അതിഥി അശ്വതി നായരും കൂടെ ഭർത്താവും നടനുമായ സഞ്ജു ശിവറാമും. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. വിജയലക്ഷ്മി പാട്ട് ഗംഭീരമായി. താങ്ക് യു സർ. ഇത് പറയുന്ന 28,44,000 ആളാ ഞാൻ. എന്റെ അമ്മ, അത്രയും ആൾക്കാർ മുമ്പ് പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറഞ്ഞു. വിജയലക്ഷ്മി എണ്ണി വെച്ചില്ലെങ്കിൽ ഞാനത് എണ്ണി വെച്ചു. ഒരിക്കൽ പറയേണ്ടി വരും എന്ന് വിചാരിച്ചു. വിജയലക്ഷ്മിക്ക് എക്കോ ഇടുന്നൊരു പരിപാടി ഇല്ലായിരുന്നു? എനിക്കൊരു എക്കോ ഇടാൻ പറ്റുമോ? പിന്നെന്താ, ഒന്ന് എക്കോ ഇട്ടേ. ഹലോ 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 സാറേ, സുഖമാണോ? നോ നോ നോ. ഓക്കെ, സുഖമാണ്. ഞാൻ പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. അതെ, ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത് എക്കോ ഇട്ട് ശീലിക്കാൻ കാര്യം എന്താ? അത് നമ്മുടെ പള്ളിപ്പുറം സുനിച്ചേട്ടൻ എക്കോ ഇട്ട് പറയാം. അപ്പൊ എനിക്കൊരാഗ്രഹം. പിന്നെ തബല വായിക്കുന്ന കിരൺ ചേട്ടനുണ്ട് പെരുമ്പാവൂർ, അവിടെ നിന്നാണ് ഈ അസുഖം എനിക്ക് കിട്ടിയത്. ഇപ്പൊ പോകുന്നിടത്തെല്ലാം എക്കോ ഇടുവോ? ചിലപ്പോഴൊക്കെ ഇടും കിട്ടും. അപ്പൊ പാട്ട് പാടുമ്പോ എങ്ങനെ എക്കോ ഇടുന്നത്? പാട്ട് പാടുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹലോ പറയാം. പാപ്പ ചാച്ച പാനന്ദത്തേ പുന്നാര പൂമുത്തേ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ വിജയലക്ഷ്മി ഒരു സർവകലാ വല്ലഭ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അറിയാമല്ലോ, ഇത് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ ആണ്. അപ്പൊ ഈ സ്മാർട്ട് ഷോയുടെ പ്രത്യേകത അറിയാം വിജയലക്ഷ്മിക്ക്? ഞാൻ കേൾക്കാറുണ്ട് അല്ലേ? എന്ത് രസം. അപ്പൊ തന്നെ എനിക്ക് ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. വിളി വന്നു. വിജയലക്ഷ്മി വരുന്നത് എനിക്കല്ലേ ഒരു സർട്ടിഫിക്കറ്റ്? പിന്നെ മാത്രമല്ല എന്നെ പണ്ടേ ശബ്ദത്തിൽ തിരിച്ചറിയുന്ന ഒരാളാണ്. ഞാൻ ഈ റേഡിയോ സ്റ്റേഷനിൽ ജോലി ഉണ്ടായിരുന്നല്ലോ. വിജയലക്ഷ്മി അന്ന് റേഡിയോയിലൂടെ ഒക്കെ കേട്ട് ശബ്ദം കൊണ്ട് എന്നെ അറിഞ്ഞു വെക്കുക. ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എന്നെ മമ്മൂട്ടിയെ പോലെ കരുതി വെച്ചിരിക്കുന്നു. നിതേഷ്, എങ്ങനെയാ വിജയലക്ഷ്മിയുടെ ബന്ധുവാവുന്നത്? എങ്ങനെയാണ്? ശിഷ്യയുടെ ബ്രദറാണ്. ഓക്കെ. എന്തായാലും താങ്കളും വൈക്കം സ്വദേശിയാണ് അല്ലേ? അപ്പം ഓട്ടത്തിലൊക്കെ വല്ല സമ്മാനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് ഓടുന്ന സ്ഥലം ഇതാണോ ടെലിവിഷനിലെ? അതെ അതെ. ഈ ഓട്ടം മിക്കവാറും ചരിത്രമാകും അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, താങ്കളുടെ വഴിയിലോട്ട് പോയിക്കൊള്ളൂ.
ഓക്കെ, അവിടെ നിൽക്കാം. ഹലോ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അശ്വതി നായർ, അശ്വതി ഒരു പാട്ടുകാരിയാണെന്ന് ഞാൻ അറിയുന്നു. ഏതിലാ? കർണാട്ടിക്കാണോ ഹിന്ദുസ്ഥാനിയാണോ? അല്ല, ഞാൻ ഹിന്ദുസ്ഥാനിയാണ് ട്രെയിനിങ് എടുക്കുന്നത്. എല്ലാ തരം പാട്ടുകളും പാടാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ 1-2 പാട്ടൊക്കെ നമുക്ക് പാടിക്കൂടെ? സെമി ക്ലാസിക്കൽ ആയപ്പോൾ. അപ്പൊ നമുക്കൊരു 2 പാടിയാലോ? ആയിക്കോട്ടെ. ഈറനോടൊത്തും കൊണ്ടംബരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, ഈറനോടൊത്തും കൊണ്ടംബരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, കണ്ണീരിൽ മുങ്ങിയോരിൻ കൊച്ചുകിനാവുകൾ എന്തിനീ ശ്രീകോവിൽ ചുറ്റിയിടുന്നു വൃഥാ, എന്തിനീ ദേവനെ കൈകൂപ്പുന്നു, ഈറനോടൊത്തും കൊണ്ടംബരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ. ഹായ്, സൂപ്പറായിട്ട് പാടിയല്ലേ വിജയലക്ഷ്മി? അശ്വതി വളരെ നന്നായി. അപ്പം അശ്വതി ഇദ്ദേഹത്തിനെ കല്യാണം കഴിച്ച് എത്ര കാലമായി? ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ 5 വർഷമായി തോന്നുന്നു, അതോ പെട്ടെന്ന് ഓടിപ്പോയോ സമയം? പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു. സാധാരണ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സമയം കുറച്ച് പതുക്കെ പോകും. പെട്ടെന്ന് പോയി, വേറെ ഏതാണ്ട് വരായിരുന്നായിരിക്കും എന്ന് വേണം. അപ്പോ അശ്വതി ഹാപ്പിയാണ്. അതെ അതെ, എനിക്കും ഹാപ്പിനെസ് തോന്നുന്നത് കേട്ടപ്പോൾ. അപ്പോ കഥാനായകനിലേക്ക് വരുന്നു നമ്മൾ. സഞ്ജു ശിവറാം, താങ്കൾ ഒരു നടനാണ് അല്ലേ? ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചു? ഫസ്റ്റ് കൂടെ നീക്കോ ഞാച്ചയാണ്. നീക്കോ ഞാച്ച എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലും ഞാൻ നീക്കോ ഞാച്ച. ജയലക്ഷ്മി, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നിന്നെ കൊല്ലും ഞാനും ചാകും, നീക്കോ ഞാച്ച. അപ്പൊ കളിച്ച സംഭവം മനസ്സിലായല്ലോ, നിന്നെ കൊല്ലും ഞാനും ചാകും. അപ്പൊ അത് കഴിഞ്ഞ് അതിൽ എന്ത് റോളായിരുന്നു? അതില് മെയിൻ ലീഡായിരുന്നു ഞാനും സണ്ണി വെയിനും പ്രവീൺ പുതിയൊരാളായിരുന്നു. ഒരു സിനിമാ നടനാകാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ച യാത്രയാണോ ഇത്? അതെ അതെ. എവിടെയായിരുന്നു തുടക്കം? സ്കൂൾ സമയം മുതലേ സിനിമ തന്നെയായിരുന്നു സ്വപ്നം. അപ്പൊ അങ്ങനെ അതിലേക്കുള്ള യാത്ര പറഞ്ഞാൽ അതിന് മുമ്പ് വർക്ക് ചെയ്തു, പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സഞ്ജു അല്ലേ ഓടാൻ പോകുന്നത്? അതെ അതെ അല്ലേ? അശ്വതി അതിന് വിടുന്നില്ലല്ലോ. അശ്വതി ഇല്ലല്ലോ, അശ്വതി ഉത്തരം പറയാൻ ശ്രമിക്കും. സഞ്ജു ഇങ്ങോട്ട് പോയിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സഞ്ജു. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, അശ്വതി, വിജയലക്ഷ്മി, നമ്മൾ നമ്മുടെ അംഗം ആരംഭിക്കുന്നു. നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. വെൽക്കം റൗണ്ട്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഉത്തരം അറിയാമെങ്കിൽ പി വിളിച്ചാൽ മതി, അടുത്ത ആള് ബസർ അമർത്തും. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്നസെന്റ് എംപിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കോണി, ഓപ്ഷൻ സി കുടം, ഓപ്ഷൻ ഡി അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇതിലേതാണ്? വിജയലക്ഷ്മിക്ക് അറിയാമോ? ഇല്ല. അപ്പം അശ്വതിക്ക് അറിയാൻ തോന്നുന്നു. ആനയാണോ, കോണിയാണോ, കുടമാണോ, അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ? അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നാ പറഞ്ഞേക്കുന്നത്. അതെന്തുകൊണ്ടാണ് അശ്വതി അങ്ങനെ പറയാൻ കാരണം? ഒരു ഗസ് അടിച്ചെന്നുള്ളൂ. അദ്ദേഹം CPM ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ചു എന്നുകൊണ്ട് അശ്വതി ഒരു ഗസ് അടിച്ചതാണ്. അദ്ദേഹം വളരെ സ്വതന്ത്രനായിട്ടായിരുന്നു മത്സരിച്ചത്. അതായത് ഇടതുപക്ഷത്തിന്റെ പിൻബലത്തോടെ സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ചത്. വിജയലക്ഷ്മി വിജയലക്ഷ്മി ബുദ്ധിമതിയാ. വിജയലക്ഷ്മിക്ക് സംശയം തോന്നിയോണ്ട് മിണ്ടാതിരുന്നു അല്ലേ? അപ്പം അതുകൊണ്ടൊരു ഗുണമുണ്ടായി. അശ്വതി ഉത്തരം പറഞ്ഞു, പക്ഷെ ആ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. അപ്പം കുടമാണ് ശരി ഉത്തരം. കുടമായിരുന്നു അദ്ദേഹത്തിന്റെ ചിഹ്നം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. അപ്പം അതാ അശ്വതി അത് പറയാതിരുന്നോണ്ട് വിജയലക്ഷ്മിക്ക് തെറ്റിയില്ല. വിജയലക്ഷ്മിക്ക് വേറെ പരിപാടിയുണ്ട്. എല്ലാം പാട്ടിലൂടെ പറയൂ. കുടമാണ് ഇന്നസെന്റിന്റെ ചിഹ്നം എന്ന് പാട്ടിലൂടെ എങ്ങനെയാ പറയുന്നത്? കുടമാണ് ഇന്നസെന്റ് ചേട്ടന്റെ ചിഹ്നം. ഓ, കറക്റ്റ്. ഇത് നേരത്തെ അറിഞ്ഞത് ഇന്നസെന്റ് ചേട്ടൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിളിച്ചോണ്ട് പോയി അല്ലേ? നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു.
ദൊപ്പയ്യ എന്ന വേട്ടക്കാരൻ പ്രത്യക്ഷപ്പെടുന്ന മലയാളത്തിലെ പ്രശസ്തമായ ചിത്രകഥ ഏതാണ്? ഓപ്ഷൻ എ ഡിങ്കൻ, ഓപ്ഷൻ ബി മായാവി, ഓപ്ഷൻ സി ശിക്കാരി ശംഭു, ഓപ്ഷൻ ഡി കബീഷ്. ഡിങ്കനാണോ, മായാവിയാണോ, ശിക്കാരി ശംഭു ആണോ, കബീഷ് ആണോ? അയ്യോ കാർട്ടൂൺ കഥാപാത്രമാണ്. ദൊപ്പയ്യ എന്നൊരു വേട്ടക്കാരൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൊപ്പയ്യ, ഈശ്വര, തോക്കൊക്കെ ആയിട്ട് ദൊപ്പയ്യ വളരെ ഫേമസ് ആണ്. പിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ആദ്യമായിട്ട് കേൾക്കുക. പിള്ളേരെല്ലാം പറഞ്ഞിട്ടുണ്ടോ വിജയലക്ഷ്മി ദൊപ്പയ്യെ കുറിച്ച്? ഇല്ല. അങ്ങനെ ഒരു വേട്ടക്കാരനുണ്ട്. അശ്വതിക്ക് അറിയാമോ? അറിയില്ല. ഒരു ഗസ് അടിക്കൂ. ഡിങ്കൻ, മായാവി, ശിക്കാരി ശംഭു, ശിക്കാരി ശംഭു. കബീഷ്. ശിക്കാരി ശംഭു വേട്ടക്കാരൻ. അതുകൊണ്ട് തന്നെ അതല്ല, കബീഷാണ് ശരി ഉത്തരം. നമ്മൾ രണ്ടും കബീഷിനെ പിടിക്കാൻ വരുന്ന വേട്ടക്കാരനാണ്. മൂന്നാമത്തെ ചോദ്യം, അതെനിക്ക് തോന്നുന്നു വിജയലക്ഷ്മിക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. ഏത് രംഗത്ത് പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഒ മാധവൻ? നാടകം, സംഗീതം, നൃത്തം, ചിത്രരചന. ഓപ്ഷൻ എ നാടകം, ഓപ്ഷൻ ബി സംഗീതം, ഓപ്ഷൻ സി നൃത്തം, ഓപ്ഷൻ ഡി ചിത്രരചന. പറയൂ. നാടകമാണോ? അപ്പം നാടക രംഗത്തായിരുന്നു ഒ മാധവൻ. അദ്ദേഹം മുകേഷിന്റെ അച്ഛനായിരുന്നു എന്നുള്ള പാട്ടിലൂടെ പറയും. ഓം മാധവൻ ചേട്ടൻ നാടകരംഗത്ത് പ്രശസ്തനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം മുകേഷ് ചേട്ടന്റെ പിതാവും കൂടിയാണ്. ഞാൻ നാടക സ്റ്റൈലിൽ തന്നെ പറഞ്ഞു. നാടക സ്റ്റൈലിലേക്ക് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും എന്ന് പറയുന്ന അതേ സ്റ്റൈലിൽ തന്നെയായിരുന്നു. അത് നന്നായി. കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകനായിരുന്നു എന്ന് മാത്രമല്ല, സായാഹ്നം എന്ന ആർ ശരത്ത് സംവിധാനം ചെയ്ത സിനിമയിൽ 2000 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. മാത്രമല്ല അദ്ദേഹം കൊല്ലത്ത് വടക്കേവിള എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടായിരുന്നു. അങ്ങനെ വടക്കേവിള പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരാള് മുകേഷ് സിനിമയിലൊക്കെ പ്രശസ്തനായതിനു ശേഷം ചോദിച്ചു, ഓ താങ്കൾ മുകേഷിന്റെ അച്ഛനാണല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം അല്ലല്ല, മുകേഷ് എന്റെ മകനാണെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ മാധവൻ ചേട്ടൻ ഇപ്പൊ ഇല്ല. എന്തായാലും വിജയലക്ഷ്മി ഒരെണ്ണം പറഞ്ഞത് മാത്രമല്ല അത് നല്ല സൂപ്പറായിട്ട് പറഞ്ഞു. അപ്പൊ നിതീഷ് ഓടിക്കൊണ്ട് സമ്മാനങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു പാട്ടിലൂടെ. നിതേഷേ ഓടിക്കൊണ്ട് സമ്മാനങ്ങൾ എടുത്തോളൂ. അത് ഏത് പാട്ടിന് ട്യൂണാ അത്? ചുമ്മാ ഒരു രാമായണം. റെഡി. അപ്പൊ വരൂ. ഓൾ ദ ബെസ്റ്റ്. മ്യൂസിക് ഇടണോന്ന് ചോദിക്കുന്നു. പുള്ളി ഫുൾ മ്യൂസിക്കിലാ വന്നിരിക്കുന്നത്. അപ്പോ 10 സെക്കൻഡ് ഉണ്ട്. അംബാസിഡേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ടാസ്ക് ആണിത്. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇഷ്ടം പോലെ ഗിഫ്റ്റ്സ് നേടാം. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കുക, എന്നിട്ട് നിലവറയ്ക്കുള്ളിൽ വന്ന് ഇഷ്ടമല്ലാത്ര യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്സ് എടുത്ത് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കുക. 10 സെക്കൻഡ്സ് ടൈം ലഭിക്കും. നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലുലു കണക്ട് ആണ്. അപ്പൊ വാതിൽ അടയുന്നു ശ്രദ്ധിച്ചോണേ. 1 2 3. പുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് എടുത്തോ. യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്നത് വേഗം എടുത്തോ. എത്ര വേണമെങ്കിലും എടുക്കാം. ഇനിയും ടൈം ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. IQ റൗണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇത് ഇംഗ്ലീഷിലുള്ള ഒരു സ്ഥലപ്പേരാണ്. 10 അക്ഷരങ്ങളുണ്ട്. അവസാനത്തെ 4 അക്ഷരം ഒരു വാദ്യോപകരണത്തിന്റെ പേരാണ്. കേരളത്തിലെ ഒരു സ്ഥലപ്പേരാണ്. മനസ്സിലായോ? അവസാനത്തെ 3 അക്ഷരം ഒരുതരം മദ്യത്തിന്റെ പേരാണ്. അവസാനത്തെ 3 അക്ഷരം ഒരുതരം മദ്യത്തിന്റെ പേരാണ്. 4, 5, 6 അക്ഷരം ചേർത്താൽ ഒരു വാഹനത്തിന്റെ പേരാകും. 5, 6, 1 അക്ഷരങ്ങൾ ചേർത്താലോ ഉറുമ്പിന്റെ ഇംഗ്ലീഷ് പേരാകും. ഏതാണ് സ്ഥലം? ഏതാ വിജയലക്ഷ്മി? എന്റെ അമ്മോ, അത് സൂപ്പർ ആയിരുന്നു. താങ്കൾ കിട്ടിയായിരുന്നു?
കിട്ടിയായിരുന്നല്ലേ? അത് എങ്ങനെ പിടിച്ചു വിജയലക്ഷ്മി? അത് ട്രീ മരം, പിന്നെ വാൻ ഒരു വാഹനത്തിന് വരും. റം നമ്മുടെ സാധനം. നമ്മുടെ സാധനം അല്ലേ? അത് കിടിലമായി അല്ലേ? അതെ, അതിലിടയ്ക്ക് ഞാൻ നീട്ടിയ ട്രിവാൻഡ്രം നീട്ടുണ്ടായിരുന്നു. അപ്പൊ പി പി കിടത്തു അല്ലെ? അപ്പൊ ശരി ഉത്തരം ട്രിവാൻഡ്രമാണെന്ന് പറഞ്ഞ് പി പിയിലൂടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ പാട്ടിലൂടെ പറഞ്ഞാൽ മതി. പാട്ടാണ് നമ്മളെ പി പി ഒന്ന് കിടത്തിക്കോളൂ. എന്നിട്ട് അപ്പൊ എന്തായാലും താങ്കൾക്ക് ഇനിയും ഊഴം വരികയാണ്. 20 സെക്കൻഡ് സമയം കിട്ടും. 20 സെക്കൻഡ് കൊണ്ട് താങ്കൾക്ക് അവിടെ ചിലൊരു കലാപരിപാടി ഉണ്ട്. 20 seconds ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് റീഡയറക്ട് ദ ഫിഷ്. ഇവിടെ ഒരു മീനിന്റെ ഷേപ്പിൽ കുറെ സ്റ്റിക്സ് വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് നേരെ തിരിച്ച് ഫേസ് ചെയ്യുന്ന രീതിയിലാക്കണം. പക്ഷേ 3 സ്റ്റിക്സ് മാത്രമേ മാറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറും 3 സ്റ്റിക്സ് മാത്രം. കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ടാസ്ക് ആണ് ഇത്. 20 seconds ടൈം ലഭിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു പോർട്ടബിൾ DVD പ്ലെയർ ആണ്. 1 2 3 ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേഗം 3 സ്റ്റിക്സേ മാറ്റാൻ പറ്റത്തുള്ളേ. ഓക്കെ ഡൺ. വേഗം ഗിഫ്റ്റ് എടുത്തോ. വേഗം. സൂപ്പർ. അത് ചെയ്തു കേട്ടോ വിജയലക്ഷ്മി, അത് ചെയ്തു. അഭിനന്ദനം നിതേഷ് ഭായിക്ക്. അഭിനന്ദനം. ഓക്കെ, അപ്പൊ നന്നായി. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും ആരും കാണാതെ ചെയ്യുന്നതെന്ത്? രഹസ്യമായി ചെയ്യുന്നത്. ഇതൊരു കടമയാണ്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും ഒരു കടമയാണ്. കുഴപ്പമില്ല. ആദ്യം നമ്മുടെ അശ്വതി പറയട്ടെ. വോട്ട്. വിജയലക്ഷ്മി കിട്ടിയായിരുന്നല്ലേ? അയ്യോ, അതിന് മുമ്പ് കിട്ടി. അതായത് വരൂ സഞ്ജു വരൂ. 20 seconds ടൈം കിട്ടുന്ന ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഹോം UPS ആണ്. ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ടാസ്ക് ആണ് ട്രാപ്പ് ദ ബോൾ. ഇവിടെ ബോൾ വെച്ചിട്ട് കൈ യൂസ് ചെയ്യാതെ ഊതി ഇവിടെ എത്തിക്കണം. 6 ചാൻസ് കിട്ടും. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ഇവിടെ എത്തിച്ചാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം ടാസ്ക് ആരംഭിക്കുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കിടക്കാനും മറക്കരുത്. 1 2 3 ഓടിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ മതി. ഒരെണ്ണമെങ്കിലും വീണാം. ഡോർ ക്ലോസ് ആവുന്നുണ്ട്. പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, അവിടെ. അതെ വേഗം എടുത്തോ. വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടകാനം കേട്ടാലോ നമുക്ക്? ആയിക്കോട്ടെ. ഏത് നാടകാനോ? നമ്മുടെ അമ്പിളി അമ്മാവനെ ഇങ്ങോട്ട്. അമ്പിളി അമ്മാനെ തന്നെ പോക്ക്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്? എന്തോ ഉള്ളത്? എന്നാ ഉണ്ട്? ഒരു 10,000 രൂപയുണ്ട്. അല്ലേ? അങ്ങനെയല്ലേ? ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ വിജയലക്ഷ്മി. രോഗിയായ ഒരാൾ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ ബാങ്കിൽ 35,000 രൂപ നിക്ഷേപിച്ച് വിൽപ്പത്രം എഴുതി വെച്ച് മരിച്ചുപോയി. വിൽപ്പത്ര പ്രകാരം കുഞ്ഞാണാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്ന തുകയുടെ പകുതി തുകയും കുഞ്ഞ് പെണ്ണാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി തുക അമ്മയ്ക്ക് കൊടുക്കണം. ഭാര്യ പ്രസവിച്ചത് പക്ഷേ ഇരട്ടി കുട്ടികളായിരുന്നു. ഒരാണും ഒരു പെണ്ണും. എങ്ങനെ ആ തുക പങ്കിടും?
കണക്കാണ്. അത് ചെറിയൊരു കണക്കാത്. അത് കണക്കാ. കണക്കിൽ ഞാൻ കണക്കാണ്. അശ്വതി ഒന്ന് ആലോചിച്ച് നോക്കൂ. 35,000 രൂപ. 35,000 രൂപയുണ്ട്. ആകെ 35,000 രൂപയുള്ളൂ. കുഞ്ഞാണാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്ന തുകയുടെ പകുതി തുകയും കുഞ്ഞു പെണ്ണാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി തുകയും അമ്മയ്ക്ക് കൊടുക്കണം. അതായത് ആൺകുട്ടിക്ക് കിട്ടുന്നതിന്റെ പകുതി അമ്മയ്ക്ക്, അമ്മയ്ക്ക് കിട്ടുന്നതിന്റെ പകുതി പെൺകുട്ടിക്ക്. പെൺകുട്ടിക്ക് 5, അമ്മയ്ക്ക് 10, ആൺകുട്ടിക്ക് 20. കറക്റ്റ്. 5 ഉത്തരം ശരിയാണ്. 5,000 രൂപ പെൺകുട്ടിക്ക്, 10,000 രൂപ അതായത് പെൺകുട്ടിയുടെ ഇരട്ടി അമ്മയ്ക്ക്, അതിന്റെ ഇരട്ടി മോന്. വരൂ 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 സഞ്ജു. സഞ്ജു അവിടെ പോയി എന്താ ചെയ്യണമെന്ന് ഇത്തിരി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. താങ്കൾക്ക് 20 സെക്കൻഡ് കിട്ടും. ഓക്കെ, മോട്ടർ ശ്രദ്ധിക്കും. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ കളർഫുൾ ടാസ്ക് ആണ് കളർ ക്യൂബ്. ഇവിടെ 6 ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. 6 എണ്ണത്തിലും ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടമാണ് ബേസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കളറാക്കാം ഈ 6 എണ്ണത്തിലും. പക്ഷെ എല്ലാം സിമിലർ ആയിരിക്കണം. ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ 6 എണ്ണത്തിലും യെല്ലോ, ബ്ലൂ ആണെങ്കിൽ 6 എണ്ണത്തിലും ബ്ലൂ, അങ്ങനെ ആക്കണം. എന്നാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു കൂളറാണ്. 20 സെക്കൻഡ്സ് ടൈം കിട്ടും. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കുക, ടാസ്ക് ചെയ്യുക, ഗിഫ്റ്റ് എടുത്ത് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കുക. 1 2 3 ഓടിക്കൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മി, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വാതിൽ അടഞ്ഞു തുടങ്ങി. എളുപ്പം വാതിലടയുന്നു. ഓ നമ്മുടെ എം ജയചന്ദ്രൻ സാറിനെ അനുകരിക്കും അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. പിന്നെ ആരെ അനുകരിക്കുന്ന സാധാരണ? പിന്നെ നമ്മുടെ എം ജി ഉണ്ട്, പിന്നെ ഉമ്മറിയേട്ടനുണ്ട്, കെ പി ഉമ്മർ, പിന്നെ വേറെ കലാപം മണിച്ചേട്ടൻ. അപ്പൊ ഇവരുടെ ഒരു അനുകരണം ഒന്ന് കേട്ടാലോ? ആയിക്കോട്ടെ. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ഇന്ന് ഒരു പ്രത്യേക പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഗായിക വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന മിമിക്രി. കലാപം മണിച്ചേട്ടൻ ഏനുണ്ടോടി പാടി എങ്ങനെ ഇരിക്കും അറിയാം. ഓക്കെ റെഡി. ഏനുണ്ടോടിയ അമ്പിളി ചന്തോ, ഏനുണ്ടോടിയ താമര ചന്തോ, ഏനുണ്ടോടിയ മാരിവിൽ ചന്തോ, ഏനുണ്ടോടിയ മാമഴ ചന്തോ, കമ്മലിട്ടോ ഹൈ പൊട്ടു തൊട്ടോ ഹൈ, ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഓക്കെ ഇനിയിപ്പോ അടുത്താരാ? എം ജയചന്ദ്രൻ അല്ലേ? ജയേന്ദ്ര സാറ്. വിജയലക്ഷ്മി, ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുവാ സാറേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു സാറും ഫാമിലിയും കൂടെ വീട്ടിൽ വരുവാണ്. അല്ല, പിന്നെന്തുവാ, വിജയലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നു. അപ്പൊ ഞാനൊരു അയ്യോ. അപ്പൊ സാറും അതുപോലെ തിരിച്ചു. അപ്പൊ പിന്നെ അടുത്ത ആളാരാ? നമ്മുടെ ഉമ്മർ ചേട്ടനുണ്ട്, കെ പി ഉമ്മർ. അതെ. അപ്പൊ കുടജാദ്രിയിൽ പാടിയിട്ടാണ് വരുന്നത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, വാതില് തുറക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ഇനി ആരാ? ഇനി എം ജി അണ്ണൻ അല്ലേ? എം ജി ശ്രീകുമാർ. അതൊരു ഇതാണ്. അടുത്തതായി ഒരു 15,000 രൂപയുടെ ചോദ്യമാണ് കേട്ടോ. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മലപ്പുറം ആകാശ ഡാഷ് നിരകളിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മലപ്പുറം, പൊന്നാനി, കോഴിക്കോട്. അത് പാടി വരൂ നീ, അതപ്പോ കിട്ടൂ നീ. ആകാശ പൊന്നാനി, പൊന്നാനി. കറക്റ്റ് ആൻസർ. 15,000 രൂപ സമ്മാനം കിട്ടി. അപ്പൊ ഇനി വേറെ മിമിക്രിക്കാര്? പിന്നെ നമ്മുടെ ജോസ് പ്രകാശ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ, എനിക്കൊന്നുമില്ലെങ്കിൽ നിനക്കൊന്നുമില്ല, നിനക്കൊന്നുമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, അതേ ഉള്ളൂ. എന്നെ അനുകരിക്കാൻ പറ്റുമോ?
അയ്യോ ഞാൻ അത്രയും ആയിട്ടില്ല കേട്ടോ. എൻ്റെ എന്നാലും അത് രസമുണ്ട് കേൾക്കാൻ. അതെ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ പാടിയിട്ട് ഉമ്മൻചാണ്ടി സാർ, അയ്യോ എന്നെ ഓടിക്കരുത് കേട്ടോ. ഇല്ല, സ്വപ്നങ്ങൾ പാടിയിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് വരുന്നത്. ആ ഇന്ദ്രനീലം കൊണ്ട് മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ. അപ്പൊ ഒരു ഡയലോഗ് ഉണ്ടല്ലോ പീലീലാമ്മയുടെ, ആ. മാനത്തു തീർത്തൊരു. ഓ ഓ, ഓ, ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരേ കുട്ടി. ഗന്ധർവ രാജാങ്കണത്തിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയുടെ മിമിക്രി പ്രകടനം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിലെ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു, ദൃശ്യം റൗണ്ട്. വിജയലക്ഷ്മി, എന്തോ ഈ റൗണ്ടില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ അടുത്ത ആളിന് പറയാം. അപ്പോൾ ഇന്ന് മാത്രമല്ല ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇത് ചില ഓഡിയോയുടെ ഒക്കെ ബേസിലുള്ള ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ ഒരെണ്ണം ദൃശ്യത്തിന്റെ പേരിലായിരിക്കും, പക്ഷെ അതും ഓഡിയോ ബേസ്ഡ് ചോദ്യം, ദൃശ്യമാണെങ്കിലും. അപ്പോൾ നമ്മൾ ഓഡിയോ കേൾപ്പിക്കുന്നു. അശ്വതി, ഈ പാട്ട് കേട്ടല്ലോ, പാട്ട് കേട്ടല്ലോ. ഈ പാട്ട് കിളിയെ കുറിച്ചുള്ള പാട്ട് അല്ലേ? എല്ലാം കൂടെ എത്ര കിളിയെ കുറിച്ച് പാടി? അശ്വതി എണ്ണിയായിരുന്നു? ഒന്നാംകിളി, രണ്ടാംകിളി, ഒന്നാംകിളി മാവന്, മൂന്നാംകിളി, നാലാംകിളി, കൃത്യമായിട്ട് കിട്ടിയോ? അഞ്ചാമത് കിളിയെ കൃത്യമായി എണ്ണാത്തോണ്ട് ചോദ്യം അതല്ല. ചോദ്യം അതല്ല. ഏത് സിനിമയിലെ ഗാനമാണ് ഇത്? പറഞ്ഞോളൂ. കിളിച്ചുണ്ടൻ മാമൻ. ഈ സിനിമ കണ്ടായിരുന്നു? കണ്ടു. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണിത് അല്ലേ? വിജയലക്ഷ്മിക്ക് ഓർമ്മയില്ലായിരുന്നോ ഈ പാട്ട്? സ്റ്റേജിൽ എവിടെയെങ്കിലും പാടിയോ MG അണ്ണന്റെ കൂടെ? ഇല്ല. വേണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം നടക്കുന്നേ, അതൊക്കെ ഇത്രയും കാര്യങ്ങൾ നടന്നില്ലേ അല്ലേ? നമ്മള് ഒറ്റയ്ക്ക് പാടി അല്ലേ, ഇരട്ടയ്ക്കൊക്കെ പാടിയവരല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വരൂ. അപ്പോൾ താങ്കൾക്ക് 30 സെക്കൻഡ് ഉണ്ട്. ഇത് മൂന്നാമത്തെ റൗണ്ട് ആയതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ പക്ഷെ അവിടെ ചെന്ന് ചില കലാപരിപാടികളുണ്ട്. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ലുക്ക് അറ്റ് ദ മോണിറ്റർ. അർത്ഥന പറയൂ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് 30 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം. ഈ ടാസ്ക് ആണ് മിനിയേച്ചർ ഷട്ടിൽ. ഇവിടെ ഒരു റാക്കറ്റ് ഉണ്ട്, ഇവിടെ ഷട്ടിൽ കോക്സും ഉണ്ട്, 6 എണ്ണമുണ്ട്. ഇതിൽ നിന്ന് മിനിമം 3 എണ്ണമെങ്കിലും ഈ വൈറ്റ് സ്പോട്ടിൽ നിന്ന് തട്ടി ആ വട്ടത്തിനുള്ളിൽ വീഴിക്കണം. അങ്ങനെ 3 എണ്ണമെങ്കിലും വീണാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കുക, ടാസ് ചെയ്യുക, എന്നിട്ട് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടക്കുക, ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ്. 1 2 3 1 2 3 വേഗം തുടങ്ങിക്കോ. 3 എണ്ണം വീഴ്ത്തിയാൽ മതി, അതൊന്ന് ശ്രദ്ധിച്ച്. അത് മിസ്സായി പോയി. 6 ചാൻസ് ഉള്ളൂ കേട്ടോ. അത് മിസ്സായി പോയി. സെക്കൻഡ് വൺ, തേർഡ് എടുത്തോ. സ്മാർട്ട് ഫോൺ വേഗം. അത് വിജയിച്ചു. ഒരു ദൃശ്യമാണ്, പക്ഷെ അടുത്ത ഇനി ഒരു ദൃശ്യമാണ്. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാം കേട്ടോ വിജയലക്ഷ്മി, ഒരു ടെൻഷൻ ഇല്ല. ഒന്ന് മോട്ടർ ശ്രദ്ധിച്ചോളൂ എന്തായാലും. നീ എന്താ ഇവിടെ? അച്ഛനെ ഇവിടെ BA ചേർക്കാൻ വന്നത്. ആദ്യം അച്ഛൻ ഡൈ ചെയ്യണം, പിന്നെ പഠിച്ച റാങ്ക് സിയുടാ. ഇവൻ എന്റെ ബാർമേറ്റാ. ബാർമേറ്റാ? ആ വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ചല്ലേ വെള്ളം ഓടിക്കണത്. ഇപ്പൊ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റ്. എന്താ വെയിറ്റ്? എന്തല്ലേ അച്ഛന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നത് ഇവനായിരിക്കും ഭാഗ്യവാൻ. ഹായ് ലേഡീസ് ഓഫ് ദി ജെന്റിൽ. ഇയാളെ കൊണ്ട് ഇടുവാ. ഓ എന്റെ മത്തായി, ഞാൻ ചത്തില്ലെങ്കിൽ കൃത്യം 10 മണിക്ക് മത്തി അവിടെ എത്തിയിരിക്കും. എപ്പോഴും ഈ മീൻ കച്ചവടത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. കൊച്ചിൻ അനിവയും ദിലീപുമായിരുന്നു വിജയലക്ഷ്മി ദൃശ്യത്തില് കേട്ടോ. പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രം. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്?
ആരാണ്? വേണുഗോപാൽ. അല്ല. ഇനി വിജയലക്ഷ്മിക്കാ. ഊഴം. അയ്യോ വേണുഗോപാലല്ല. ഉത്തരം തെറ്റാണ്. ആ. വിപിൻ മോഹൻ. ഞാൻ ചുമ്മാ അടിച്ചു വിട്ടതാട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു. വിജയലക്ഷ്മിക്ക് വിപിൻ മോഹനെ പരിചയപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, പരിചയപ്പെട്ടില്ല. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് പരിചയപ്പെടണം. അപ്പൊ ഇനി മഞ്ജുമെ പരിചയപ്പെട്ടോ? മഞ്ജുമ വലിയ നായികയായിട്ടൊക്കെ വന്നില്ലേ? നമ്മളെ വടക്കൻ സെൽഫിയിലൊക്കെ. വടക്കൻ സെൽഫിയിൽ അത് തന്നെ വടക്കൻ സെൽഫിയിൽ വന്ന തന്നെ. അതാണ്. അപ്പം വടക്കൻ സെൽഫിയിൽ വല്ലതും പാടിയായിരുന്നു വിജയലക്ഷ്മി? ഞാൻ കൈക്കോട്ട് പാടി. കൈക്കോട്ടും കണ്ടിട്ടില്ല. പാടിയോ? എന്റെ പൊന്നെ, എങ്കിൽ പിന്നെ അതൊന്ന് പാടിക്കൂടെ? ശരിയായിരുന്നു. അതൊന്ന് പാടി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുപൊടിക്കും. ഓക്കെ. അപ്പൊ നിതീഷ് വരൂ. നിതീഷിന്റെ ഊഴം 30 സെക്കൻഡ് ഉണ്ട്. നിതീഷ് നല്ല പാട്ടൊക്കെ പാടി വടക്കൻ സെൽഫി മുതൽ തെക്കൻ സെൽഫി വരെ ആയി. ഓക്കെ, ലുക്ക് അറ്റ് ദ മോണിറ്റർ. ഇവിടെ ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന LED TV ഇരിപ്പുണ്ട്. ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 30 സെക്കൻഡ്സ് ആണ്. അതിനുള്ളിൽ ചെയ്യേണ്ട ടാസ്ക് ആണ് ഹൂപ്ല. ഇവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ഇവിടെ വന്ന് നിന്നിട്ട് ഈ തരുന്ന റിങ്സിൽ നിന്ന് ഓരോന്നായിട്ട് എറിയണം. അപ്പോൾ മിനിമം 3 റിങ്സ് എങ്കിലും ആ കോണിന്റെ ചുറ്റും പോയി വീഴണം. അതായത് ഇവിടെ നിന്ന് എറിയുമ്പോൾ ഇങ്ങനെ വന്ന് വീഴണം. മിനിമം 3 എണ്ണമെങ്കിലും. എന്നാൽ മാത്രമേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കണം, എന്നിട്ട് ടാസ്ക് ചെയ്യണം. ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കുകയും വേണം. 1 2 3. ശ്രദ്ധിച്ചു മതി. 30 സെക്കൻഡ് ഉണ്ട്. ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്. ഗിഫ്റ്റ് എടുത്തോ? TV. വിജയലക്ഷ്മി ടിവി കിട്ടി. സമ്മാനമായി ടി വി കിട്ടി നിന്ന് പാടിക്കോളൂ. നല്ല രാഗത്തിലായിക്കോളൂ. ടി വി കിട്ടി, സമ്മാനമായി ഇന്ന് ടി വി കിട്ടി, താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ, സമ്മാനമായി ഇന്ന് ടി വി കിട്ടി, സമ്മാനമായി ഇന്ന് ടി വി കിട്ടി, താനാരോ തന്നാരോ താനാരോ തന്നാരോ. വല്ല രാമണ്ടൻ ടി വിയാ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു 1.5 ഏക്കറിൽ ഇരിക്കും ടി വി. ഓക്കെ, ഇനിയിപ്പോ എങ്ങനെ വൈക്കത്തോട്ട് ഇറങ്ങുന്നുള്ളതോ? നേരെ ഇപ്പൊ എങ്ങോട്ടാ വിജയലക്ഷ്മി പോകുന്നത്? ഇപ്പൊ എല്ലാം കൂടെ എത്ര സിനിമ പാടി കഴിഞ്ഞു? ഇപ്പൊ 30 മലയാളവും തമിഴും കൂടെ ചേർത്ത്. മലയാളം തമിഴും കൂടെ ചേർന്നല്ലേ? തമിഴിൽ ഏത് പാട്ടായിരുന്നു പാടിയത്? തമിഴില് ആദ്യത്തെ പാട്ട് കാറ്റേ കാറ്റയുടെ തമിഴ്. കാറ്റേ കാറ്റയുടെ തമിഴ്. പിന്നെ കുക്കു സിനിമ. പിന്നെ എന്നമോ ഏതോ, റോമിയോ ജൂലിയറ്റ്, ബാഹുബലി. ബാഹുബലിലും പാടിയോ? എന്റെ പൊന്നെ, വെള്ളക്കാര ദുരൈ. അപ്പൊ ബാഹുബലിയിലെ പാട്ടൊന്ന് പാടി. ആയിക്കോട്ടെ. ആരിവൻ ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ, ആരാരും കണ്ടതില്ല ആരുമേ കേട്ടതില്ല, ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. ഇത് മലയാളം. ഈ തമിഴ്. യാറുകിവ യാറുകിവ കല്ല തൂക്കി പോറാനേ, പുള്ള പോലെ തോളുമേലെ ഒന്ന തൂക്കി പോറാനേ, കണ്ണ് രണ്ടും പോതല കയ്യക്കാല ഓടല, ഗംഗയെ താൻ തേടിക്കിട്ട് തന്നെ താനെ സുമന്ത് കിട്ട് ലിംഗം നടന്നു പോകുതേ. തെലുങ്ക് കാണിച്ചിട്ട് പണിയാണ്. പണി കിട്ടട്ടെ. പാടു. ఎవడంట ఎవడంట నిన్ను ఎత్తుకొంది, ఎవరికి పుట్టాడో ఈ నంది కాని నంది, ఎవరు కనంది ఎక్కడా వినంది, శివుని గానాయిందేమో గంగధరికి లింగమే కదిలొస్తానంది.
സൂപ്പർ വിജയലക്ഷ്മി, സൂപ്പർ 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 ആയിരിക്കുന്നു, സൂപ്പർ ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സിനിമയുടെ ഭാഗമായി വിജയലക്ഷ്മി. അയ്യോ എന്തൊരു അങ്ങനെ ഭാഗ്യം. ചരിത്രത്തിൽ കയറി. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതും ഒരു ഓഡിയോ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഓഡിയോ കേൾപ്പിച്ചു തരാൻ പോവാണ്. പി പി എടുത്ത് അശ്വതി അല്ല സോറി വിജയലക്ഷ്മി പി പി എടുത്ത് അടുത്ത് വെക്കൂ. ചോദ്യം ഇതാണ്, പി പി അടുത്ത് വെച്ചോളൂ. ഏത് ചിത്രത്തിലെ ഗാനമാണിത്? അശ്വതിയായിരുന്നു ആദ്യം. മേഘമൽഹാർ. അപ്പോ മോയിൻവിയുടെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം പകർന്നു. ഈ പാട്ട് അറിയായിരുന്നോ? പാട്ട് പിന്നെ വരൂ വരൂ, 30 സെക്കൻഡ് ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ലാപ്ടോപ്പ് ആണ് 30 സെക്കൻഡ് ടൈം കിട്ടുന്ന ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം. ഈ ടാസ്ക് ആണ് മേസ്. ഇവിടെ ഒരു മേസ് ഉണ്ട്, അതിനകത്തൊരു ബോളും ഉണ്ട്. ഇവിടെ ആരോ വെച്ച് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡയറക്ഷൻ നോക്കി ഈ ബോളിന് തൊടാതെ ഈ മേസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെയുള്ള ബോളിനെ ഈ നടുക്കി റെഡ് ഭാഗത്ത് എത്തിക്കണം. എന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കുക, ടാസ്ക് ചെയ്യുക, എന്നിട്ട് ഗിഫ്റ്റ് എടുത്ത് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കുക. വലിയൊരു സമ്മാനം താങ്കളെ കാത്തിരിക്കുന്നു. ഓടുകയാണ് വിജയലക്ഷ്മി, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്തോ. 30 സെക്കൻഡ് ടൈം ഉണ്ട്, പതുക്കെ ചെയ്താൽ മതി. എത്താറായി ഓൾമോസ്റ്റ്. ഓക്കെ എടുത്തോ ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് അടിച്ചു, പൊന്നുമല്ല. നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ക്രൗൺ റൗണ്ട്. ജയലക്ഷ്മി, ഇത് 4ാമത്തെ റൗണ്ടാണ്. വളരെ നിർണായകമായ റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന സ്വർണ്ണ കിരീടമാണ്. സ്മാർട്ട് ക്രൗൺ. അപ്പൊ വിജയലക്ഷ്മി ക്രൗണൊക്കെ വെച്ച് ചിലപ്പോ പോവും വൈക്കത്തോട്ട്. വൈക്കത്തപ്പം ഞെട്ടും. ചിലപ്പം അറിയാൻ പറ്റില്ല അല്ലേ? അശ്വതിക്കും സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, വളരെ ദൂരെ പോയി ഇന്ന് നമ്മുടെ പങ്കാളികളുണ്ടല്ലോ, നമ്മുടെ അംബാസഡർമാര്, അവരെയൊക്കെ അടുത്തേക്ക് വിളിക്കാം. അപ്പൊ അവരിങ്ങോട്ട് പോരൂ. ചർച്ച ചെയ്ത് ഉത്തരം പറയാം. ഒരാൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അടുത്ത ആളിന് ഊഴം കിട്ടും. പക്ഷേ 2 പേർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ മത്സരം അവിടെ അവസാനിക്കും. 3 ഉത്തരം ശരിയായി പറഞ്ഞാൽ ആ ആളിന് സ്വർണ്ണ കിരീടം കിട്ടും. വേണമെങ്കിൽ അയാൾക്ക് മത്സരം അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ, അടുത്ത ഉത്തരം തെറ്റിപ്പോയാൽ സ്വർണ്ണ കിരീടം പോകും. ജയലക്ഷ്മി, നിതീഷ് വേണേ ബസർ പ്രസ് ചെയ്യും. ഇനി പുള്ളിക്കാരനുണ്ടല്ലോ അടുത്ത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1600, ഓപ്ഷൻ ബി 1646, ഓപ്ഷൻ സി 1664, ഓപ്ഷൻ ഡി 1680. സഞ്ജു ബസറാമർത്തി അല്ലേ? എന്നാണ് പറയൂ. 1664 ആണ്. ഗസിംഗ് ആണോ ഇത്? അല്ല, ആ 1664 എവിടെയോ വായിച്ചു കേട്ടല്ലേ? എന്തോ ഒരു എനിക്കറിയില്ല, ചെറിയൊരു. സഞ്ജു അക്കാഡമിക്കലി പഠിച്ചെന്തായിരുന്നു? ഞാൻ MBA ഫിനാൻസ് ആണ്. MBA ഫിനാൻസ് ആയിരുന്നു. ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. തെറ്റാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കും. അപ്പൊ 1664 എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. വിജയലക്ഷ്മി, എന്തോ ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണോ? തെറ്റാണോ? പറയുക പറയുക. ശരിയല്ല. അല്ല. എന്തോ ചെയ്യാനാ, ഏ? തെറ്റി. 1664 അല്ല, ഉത്തരം തെറ്റാണ്. ഇനി 3 വർഷങ്ങളുണ്ട്. 1600, 1646, 1680. ഗസ് ചെയ്ത് സൂക്ഷിച്ച് പറയണം, സൂക്ഷിച്ച് പറയണം. തെറ്റിയാ പുറത്താവും, അതാ പ്രശ്നം. അയ്യോ ആ അപ്പൊ നമ്മള് പുറത്താവും. അയ്യോ ആണോ? അല്ലേ? എന്നാ ഒരു അടി അടിക്കും. ആ വിജയലക്ഷ്മിക്ക് ധൈര്യം വന്നു. റെഡി, പറഞ്ഞോളൂ. 1600 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിജയലക്ഷ്മി, 1600 നല്ല സംഖ്യയാണോ? അല്ലല്ലേ? ആണോ? ശരിയാണോ? 1600 ശരി ഉത്തരം. കൃത്യമായി പറഞ്ഞാൽ 1600 ഡിസംബർ 31-നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം, ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചത് 1600 ഡിസംബർ 31. അതായത് ഇനിയിപ്പോൾ വിജയലക്ഷ്മിക്ക് സ്വർണ്ണ കിരീടത്തിലേക്കുള്ള അകലം 2 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ. സ്വർണ്ണ കിരീടം. അല്ല വേണ്ട ആ, അത് വീണുടയണ്ട കേട്ടോ. അത് വീണുടഞ്ഞാൽ നമുക്ക് തലയിൽ വെക്കാൻ നോക്കൂ. വിജയലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ഈ ഷോയെ സംഗീതാത്മകമാക്കുന്നു. പോരാത്തിന് പാട്ടുമായിട്ട് അശ്വതിയുണ്ട്. പക്ഷേ നമുക്കൊരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി. ഇടവേള ഇടും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. ഈ അടുത്ത കാലത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു പരിഷ്കാരം വന്നു. തടവുകാർക്ക് ഇമെയിൽ സൗകര്യം അനുവദിച്ചു കൊടുത്തു. എന്നാൽ ലോക ചരിത്രത്തിൽ തടവുകാർക്ക് സെല്ലിനുള്ളിൽ തന്നെ ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാൻ അനുവദിച്ച ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി സെല്ലിനകത്ത് തടവുള്ളികൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സൗകര്യം കൊടുത്ത രാജ്യം ഏതാണെന്നായിരുന്നു എൻ്റെ ചോദ്യം. നോർവേ ആണത്. എന്തായാലും വരും കാലത്ത് എല്ലാ തടവുള്ളികൾക്കും ഈ സൗകര്യം എല്ലാ രാജ്യത്തും കിട്ടുമെന്ന് നമുക്ക് ആശിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്. തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ എന്ന ആശയം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹാരി ബ്രെയർലി, ജോൺ വീലർ, സ്റ്റീവൻ ഹോക്കിംഗ്, ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. ഹാരി ബ്രെയർലി ആണോ, ജോൺ വീലർ ആണോ, സ്റ്റീവൻ ഹോക്കിംഗ്സ് ആണോ, ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണോ? തമോഗർത്തം. ധൈര്യമായിട്ട് പറയൂ. ഹാരി ബ്രെയർലി. ഹാരി ബ്രെയർലി. വിജയലക്ഷ്മി, ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. അപ്പൊ ഊഴം അടുത്ത ആളിന് പോകുന്നു, അശ്വതിക്ക്. അയ്യോ. ഇനി ജോൺ വീലർ ഉണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഉണ്ട്, ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ഉണ്ട്. വിജയലക്ഷ്മി സൂക്ഷിച്ചിരുന്നോളൂ. അവർ കൂടി ഉത്തരം തെറ്റിയാൽ നമ്മൾ പുറത്താവും. അതല്ല ഞാൻ മിണ്ടായിരിക്കുന്നത്. എനിക്ക് സ്റ്റീഫൻ ഹോക്കിൻസ്. അല്ല, മുഖം കണ്ടിട്ടല്ല. സ്റ്റീഫൻ ഹോക്കിംഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്സ് ആണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ഒന്ന് ഗസ് ചെയ്യൂ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ? തെറ്റാണ്. പറയാൻ പറ്റിയ ജോൺ വീലർ ആണ് ശരി ഉത്തരം. ജോൺ വീലർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ എന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾക്ക് മത്സരം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ, വിജയകരമായി രണ്ടുപേരും പിന്മാറുന്നു. പരാജയപ്പെടുന്നു നമ്മൾ പറയുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോഴാണ് MSBയുടെ പാട്ട് കറക്റ്റ് ആവുന്നത്. ഏത്? കണ്ണുനീർത്തുള്ളി. മൂന്നാമത്തെ ചോദ്യം ഇല്ല. നമ്മൾ മത്സരം അവസാനിക്കുന്നു.
തുടങ്ങട്ടെ? തുടങ്ങൂ. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. അപ്പൊ ഇനിയിപ്പോ വിജയലക്ഷ്മിയുടെ ഒരു ആഗ്രഹം കൂടെ സാധിക്കാനുണ്ടായിരുന്നു. എന്തുവായിരുന്നു? ഇത് അതുണ്ട്. പിന്നെ കാറ്റ് 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 ക്യാറ്റ് ക്യാറ്റ് കാറ്റ് ഇടിക്കണ്ടേ? അത് വേണ്ടേ? അതും വേണം. ആ ശ്രീറാം എന്ന് പറഞ്ഞ ആളല്ലേ കൂടെ പാടിയത്? അതെ. എവിടെ ആന്നോ? ആ മനുഷ്യൻ എവിടെയാ ഉള്ളത് ഇപ്പോ? ട്രിവാൻഡ്രത്തുണ്ട്. ഉണ്ടല്ലേ? റെഡി റെഡി. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ. മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. ഇനിയിപ്പോ നമുക്ക് PP ഊത്തൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം അല്ലേ? അതെ, നമ്മുടെ ആഗ്രഹം സാധിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരാൻ പറ്റി. അല്ല, ഇത് വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കെടുക്കുന്നതാണല്ലോ വിജയലക്ഷ്മി അല്ലേ? അതാണ്. അപ്പൊ നമ്മൾ PP ഊതണ്ടേ? ആയിക്കോട്ടെ. ശരിയാ. ഇതിൽ എല്ലാ സ്ഥായിയും കിട്ടത്തില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ വായിക്കാം. ഉള്ളതുകൊണ്ട് മതി. വിജയലക്ഷ്മി സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആരടുത്താ പഠിച്ചത്? എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ അത് ആദ്യം കേട്ടുള്ള പഠനമായിരുന്നു. 7 വയസ്സ് മുതൽ ഗുരുമുഖത്ത് നിന്ന് സംഗീതം അഭ്യസിച്ചു പഠിച്ചു അല്ലേ? അമ്പലപ്പുഴ തുളസി ടീച്ചർ ആദ്യ ഗുരു, പിന്നെ വൈക്കം സുമംഗല ടീച്ചർ, വൈക്കം പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷ്. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, പി സുബ്രഹ്മണ്യ സാറ്, ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറിന്റെ കീഴിലൊക്കെ പഠിക്കുന്നു. എനിക്കൊന്ന് ഈ നാട്ടിൽ പഠിപ്പിക്കാത്ത ആരാന്ന് ചോദിക്കുന്നത് ശരിയാ. ഒത്തിരി ഗുരുക്കന്മാരായി. ഇപ്പൊ ജയേന്ദ്ര സാർ ഫോണിക്കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ദാസേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്. ദാസേട്ടൻ എന്തോ പഠിപ്പിച്ചത്? ദാസേട്ടനൊരു കീർത്തനം പഠിപ്പിച്ചായിരുന്നു. ഏത് കീർത്തനമായിരുന്നു അത്? അതായത് രീതികൗള രാഗത്തില് 4 വരിയായിരുന്നു, മുഴുവനായില്ല. അപ്പത്തേക്ക് ടൈം കിട്ടിയില്ല. ബഡലി കദീര പവളിം പവേ ബഡലി കദീര പവളിം പവേ ബഡലി കദീര പവളിം പവേ ബഡലി കദീര പവളിം പവേ ബഡലി കദീര. വിജയലക്ഷ്മി സൂപ്പർ. ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ് അല്ലേ വിജയലക്ഷ്മി? കാരണം സന്തോഷമായി. ഒരു ഇടവേളയ്ക്ക് സമയമായി. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. സാധാരണ ആളുകൾ പറയാറുണ്ട് മാതാപിതാക്കളോട് കളവ് പറയുന്ന കുട്ടികളെ കൂടുതൽ മിടുക്കും ബുദ്ധിയും ഉണ്ട്. സത്യത്തിൽ അങ്ങനെയുണ്ടോ? ഇടവേള കഴിഞ്ഞു വരൂ, നമുക്ക് മറുപടി കേൾക്കാം ഇടവേളയിലേക്ക്.
വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാൻ സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അച്ഛനമ്മമാരുടെ കളവ് പറയുന്ന കുട്ടികൾ കൂടുതൽ ബുദ്ധിയുള്ളവരും മിടുക്കന്മാരും മിടുക്കികളും ആണോ എന്ന്. അങ്ങനെയല്ല. കളവ് പറയുന്നവർ അത്ര മിടുക്കുള്ളവരല്ല, അവരുടെ IQ ലെവൽ കുറവാണെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ഇനി മുതൽ സത്യസന്ധരായിക്കോളൂ. മാതാപിതാക്കളും കുട്ടികളെ അതിന് പ്രേരിപ്പിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വിജയലക്ഷ്മി, നമ്മുടെ ഈ മത്സരം വളരെ വിഷമത്തോടെ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. കാര്യം വിജയലക്ഷ്മിയുടെ കുറെ പാട്ടുകളൂടെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി TV വെച്ച് കേട്ടോളാം, മറ്റെവിടെങ്കിലും പാടുന്നു. അത് പാടിക്കോ. സ്വർണ്ണഗിരിയുടെ ഇപ്പൊ കറക്റ്റ് സ്ഥല വീണുടഞ്ഞ്. അതൊരു കാര്യം, ഞാൻ നടുക്കോട്ട് വന്ന് പാടാം. എനിക്ക് ഒന്ന് വരൂ വിജയലക്ഷ്മി, ഇങ്ങോട്ട് ഇറങ്ങിക്കോ, ഇവിടോട്ട് വന്നു. സ്വർണ്ണ കിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. വിറവലൊക്കെ വേണം കേട്ടോ. സ്വർണ്ണ കിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. പടുതിരിയാളും പ്രാണനിലേതോ വീണ്ടും സ്വർണ്ണ കിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. കൊള്ളാം വിജയലക്ഷ്മി, കൊള്ളാം. സൂപ്പറായിരിക്കുന്നു. അപ്പൊ നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഇനിയും കാണുന്നു. വിജയലക്ഷ്മി ഇനി പുതിയ വേദിയിലേക്ക്. ആയിക്കോട്ടെ. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ അടുത്ത കാലത്തായി കൈക്കൂലിക്കാരുടെയും അഴിമതിക്കാരുടെയും എണ്ണം കൂടുന്നോ എന്നൊരു സംശയം. മരണ സർട്ടിഫിക്കറ്റ് തേടിയെത്തുന്ന ഭാര്യയോട് മരിച്ചുപോയ ഭർത്താവിൻ്റെ മൊഴി കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന ജീവനക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ടായി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, വിലങ്ങണിയിച്ച് വിചാരണയുടെ നാൽക്കവലെ നിർത്തുമ്പോൾ തല കുനിഞ്ഞു പോകുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷം നിങ്ങൾ ഓർക്കണം. നാട്ടുകാരുടെ ഒരു കവിവാക്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. സത്യധർമാതി വെടിഞ്ഞിടിന പുരുഷനെ ക്രൂദ്ധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൽ ഗുഡ് ബൈ.